ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14-ാം തീയതി ചൊവ്വാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻ പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് കേട്ടോ. വളരെ സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ട ശതമാനം എത്ര? നോക്കിക്കേ, വാങ്ങിയ വില എത്രയാണ്? 650. വിറ്റ വില എത്രയാണ്? 598. എന്ത് ചെയ്യണം? നഷ്ടം കണ്ടുപിടിക്കുക. 650 നിന്നും 598 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നഷ്ടം കിട്ടും. ആ നഷ്ടത്തിന് വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക. എപ്പോഴും നഷ്ടശതമാനമായാലും ലാഭശതമാനമായാലും നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വാങ്ങിയ വിലയുമായിട്ട് വേണം ഹരിക്കാൻ. ശതമാനമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? 100 ഗുണിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. നോക്കിയാലോ, അതെ, ഈ 2 0 അങ്ങ് വെട്ടിക്കളഞ്ഞേ. ഇനി 650ഉം 598ഉം 598 2 കൂട്ടിയാൽ 600 ആയി അല്ലേ. 600ന്റെ കൂടെ 50 കൂട്ടിയാൽ 650. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നു? 52. സോ 52/65 ഗുണം 10 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? 5 വെച്ച് തന്നെ വെട്ടാം അല്ലേ. 5 ഗുണം 1 5, പോയിട്ട് ശിഷ്ടം 1 15, 13 ഗുണം 5 ആണ് 65, 5 ഗുണം 2 ആണ് 10. 13 52 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. 13 ഗുണം 1 13, 13 ഗുണം 4 52. അപ്പൊ 4 ഗുണം 2 എത്ര വന്നു? 8% നഷ്ടമാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. 18 ഡിവൈഡഡ് ബൈ 2 ഗുണം 18 ഡിവൈഡഡ് ബൈ 6 മൈനസ് 5 ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യേണ്ട ചോദ്യമാണ് അല്ലെ. അപ്പൊ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം. അതിൽ തന്നെ ആരെ സോൾവ് ചെയ്യണം? ഹരണം ആദ്യം ചെയ്യുക. 18നെ 6 ഹരിച്ചാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. 6 ഗുണം 3 ആണ് 18. അപ്പൊ നമുക്ക് 2 ഗുണം 18നെ 6 ഹരിച്ചാൽ എത്ര വന്നു? 3 എന്ന് കിട്ടി. -5. ഇനി 18 പുറത്തുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഗുണനം ചെയ്യണം. 3 ഗുണം 2 6, 6 മൈനസ് 5 എന്നാണ് വരുന്നത്. 6ൽ നിന്നും 5 കുറച്ചാൽ എത്ര വന്നു? 1 എന്ന് വന്നു. അപ്പൊ 18നെ 1 ഹരിക്കുക. 18നെ 1 ഹരിച്ചാൽ എത്രയാ ഉത്തരം? 18 തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 18 എന്ന് വന്നു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം: ഒരു ബസിന്റെ വേഗത 52 km/മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? നോക്കിക്കേ, നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ, വേഗത തന്നിട്ടുണ്ട്. 52 km/മണിക്കൂർ ആണ്. അതായത് 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെ ആയാൽ 6 മണിക്കൂറിൽ സമയവും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 മണിക്കൂർ. എന്താ ചോദിച്ചേക്കുന്നേ? എത്ര ദൂരം സഞ്ചരിക്കും? ഡിസ്റ്റൻസ് കാണണം, ദൂരം കാണണം. ദൂരം കാണാൻ എന്ത് ചെയ്യണം? വേഗതയും സമയത്തിനെയും കൂടെ ഗുണിക്കണം. 52 ഗുണം 6 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. 6 ഗുണം 2 12, ശിഷ്ടം 1, 6 5 30, 31 31. നമ്മുടെ ഉത്തരം എത്ര വന്നു? 312 കിലോമീറ്റർ എന്ന് കിട്ടി. കണ്ടോ, ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 312 കിലോമീറ്റർ. ഫൈൻ. അടുത്ത ചോദ്യം: 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണൽ സംഖ്യകൾ അല്ലെ. 1 മുതൽ 9 വരെ 9 സംഖ്യകൾ. ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന പോലെ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാ ചെയ്യാം? ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് n × n+1/2. ഇവിടെ n-ന്റെ വില 9 ഗുണം n+1 എത്രയാണ്? 9 1 10 ബൈ 2. വെട്ടിക്കോ, 2 1 2, 5 ഗുണം 2 10, 9 ഗുണം 5 45. നമ്മുടെ ഉത്തരം എത്ര വന്നു? 45 എന്ന് വന്നു കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കിക്കേ. കൂട്ടത്തിൽ പെടാത്തതേത്? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. ഇതിനകത്ത് ഈ സമചതുരവും ചതുരവും ലംബകവും എല്ലാം എന്താണ്? 4 വശങ്ങളുള്ള ഫിഗേഴ്സ് ആണ്. ത്രികോണം മാത്രമാണ് 3 വശങ്ങളുള്ള ഫിഗർ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ, ത്രികോണം. ഓക്കെ, അടുത്ത ചോദ്യം: സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്രീ മീറ്റർ ആയാൽ ഒരു വശം എത്ര?
പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ. ഏരിയ എത്രയാ? 289 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചതുരശ്രീ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ കേട്ടോ. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഒരു വശം കാണുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ. സമചതുരം. സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ആണ്. സ്ക്വയർ ആണ് സമചതുരം അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ എ സ്ക്വയർ. എ സ്ക്വയർ എത്രയാണ്? 289 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എയുടെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 289ന്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. ഒരു സൈഡിൽ സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയറിനെ കളയാൻ അപ്പുറത്തെ വശത്ത് എന്തെടുക്കണം? സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ ഏത് സംഖ്യയെ സ്ക്വയർ ചെയ്താൽ 289 കിട്ടും? നമുക്കറിയാം 17ന്റെ വർഗമാണ് 289. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 17 എന്ന് വന്നു. കണ്ടോ, സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു അല്ലെ. അപ്പോൾ ഓൾറെഡി നമുക്ക് എ സ്ക്വയർ ആണ് ഏരിയ എന്ന് അറിയാമെങ്കിൽ വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. 289 കാണുമ്പോഴേ മനസ്സിലേക്ക് വരണം ഏത് സംഖ്യയുടെ സ്ക്വയർ ആണിത്? 17ന്റെ. അപ്പൊ നമ്മുടെ ഉത്തരം 17 ആയിരിക്കും. കണ്ടോ. അടുത്ത ചോദ്യം. മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് മകനും ഉണ്ട് അച്ഛനും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം മകൻ എഴുതി, പിന്നെ അച്ഛൻ എഴുതി. ഇനി മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോഴത്തെ അച്ഛന്റെ പ്രായം കേട്ടോ. നൗ ആണിത്. ഇപ്പോഴത്തെ അച്ഛന്റെ മകന്റെ പ്രായം എത്രയാണ്? 1:3 എന്നുള്ള അനുപാതത്തിലാണ്. മകൻ 1 വയസ്സാണെങ്കിൽ അച്ഛന് 3 വയസ്സ്. മനസ്സിലായാലോ? മകന്റെ 3 ഇരട്ടി വയസ്സ് അച്ഛനുണ്ട്. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ. അപ്പൊ നോക്കിക്കേ, 10 വർഷം കഴിഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. 10 വർഷം കഴിഞ്ഞ് മകന് എത്ര വയസ്സുണ്ടോ അതിന്റെ 2 ഇരട്ടിയാണ് അച്ഛന്റെ പ്രായം. കണ്ടോ. അപ്പൊ നമുക്ക് 2 റേഷ്യോ കിട്ടി. 1:3 1:2. നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് മകന്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി 2 റേഷ്യോ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാ പ്രായം കണ്ടുപിടിക്കുക? നേരെ താഴോട്ട് നോക്കണം. ഓക്കെ, ഒരേ ലൈനിൽ കിടക്കുന്ന 2 പേരും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണോ എന്ന് നോക്കുക. ഇവിടെ 1-1 കുറച്ചാൽ 0 അല്ലേ വരിക? ഇവിടെയോ 3-2 കുറച്ചാൽ 1 എന്നാ കിട്ടുക. അപ്പൊ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെയും എന്ത് വരണമായിരുന്നു? 0 വരണമായിരുന്നു. ഇവിടെ 2 വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് കിട്ടിയാൽ എന്ത് ചെയ്യണം? അവര് തമ്മിലുള്ള പരസ്പര വ്യത്യാസം കണ്ടുപിടിക്കുക. ഓക്കെ, ഓരോ റേഷ്യോയും തമ്മിലുള്ള പരസ്പര വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. ഇനി 3-1 കുറച്ചാൽ എത്രയാ? 2. കണ്ടോ, നമ്മൾ പരസ്പര വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെ 1 കിട്ടി, ഇവിടെ 2 കിട്ടി. അടുത്ത സ്റ്റെപ്പില് ഈ കിട്ടിയ വ്യത്യാസം കണ്ടോ, അത് ഒന്നാമത്തെ ഇക്വേഷനുമായിട്ട് ഗുണിക്കുക. ഒന്നാമത്തെ ഇക്വേഷനിൽ കിട്ടിയ വ്യത്യാസം എടുത്ത് രണ്ടാമത്തെ ഇക്വേഷനിൽ ഗുണിക്കുക. കാര്യം മനസ്സിലായോ? താഴെ കിടക്കുന്നവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കണം. അത് വ്യത്യാസപ്പെട്ട് വന്ന അപ്പം തന്നെ എന്ത് ചെയ്യുക? നേരെ പരസ്പര വ്യത്യാസങ്ങൾ കണ്ടെത്തുക. പരസ്പര വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിക്കുക. മേളത്തെ വ്യത്യാസം എടുത്ത് താഴെ ഗുണിക്കുക, താഴത്തെ വ്യത്യാസം എടുത്ത് മേളിൽ ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 പുതിയ റേഷ്യോ കിട്ടും. മനസ്സിലായോ? 2 പുതിയ റേഷ്യോ കിട്ടും. അപ്പൊ നമുക്ക് ഗുണിച്ച് നോക്കിയാലോ. 1:3 1 ഗുണിക്കുക, 1:2 2 ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടി? 1:3 തന്നെയാണ് ഇവിടെ വരിക അല്ലെ. 1 ഗുണിച്ചാൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇവിടെയോ 2 × 1 2, 2 × 2 4. കണ്ടോ, നമുക്ക് 2 പുതിയ റേഷ്യോ കിട്ടി. പുതിയ റേഷ്യോ കിട്ടിയാൽ അപ്പം തന്നെ പഴയ റേഷ്യോ വെട്ടിക്കളയണം. നമുക്ക് പിന്നെ ആ റേഷ്യോയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പം തന്നെ എന്ത് ചെയ്യുക? പഴയ റേഷ്യോ അങ്ങ് വെട്ടിക്കളയുക. ഇനി പുതിയ റേഷ്യോ 2 കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കിക്കേ. 2ൽ നിന്ന് 1 കുറച്ചാൽ 1. ഇവിടെയോ 4ൽ നിന്ന് 3 കുറച്ചാൽ 1. കണ്ടോ, ഇപ്പൊ നമുക്ക് 2 സൈഡിലെയും വ്യത്യാസങ്ങൾ എന്തായി കിട്ടി? തുല്യമായിട്ട് കിട്ടി. ഫൈൻ. തുല്യമായി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എത്ര വർഷം കഴിഞ്ഞെന്നാണോ പറഞ്ഞേക്കുന്നത്? ചിലപ്പോൾ 10 വർഷം മുന്നേ എന്ന് തരും, അല്ലെ 10 വർഷം കഴിഞ്ഞ് എന്ന് തരും. മുന്നേ വന്നാലും കുഴപ്പമില്ല, കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല. തന്നിരിക്കുന്ന വർഷം എന്ത് ചെയ്യുക? എടുത്തങ്ങോട്ട് എഴുതുക. 10 ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടിയ ഈ വ്യത്യാസം ഇല്ലേ, തുല്യമായി കിട്ടുന്ന വ്യത്യാസം. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇവിടെ ഡിഫറൻസ് സെയിം ആയിരുന്നെങ്കിൽ
ആ സംഖ്യ എടുത്ത് എഴുതാമായിരുന്നു. ഇവിടെ ഡിഫറൻസ് വ്യത്യാസം വന്നതുകൊണ്ടാണ് നമ്മൾ അവരെ വീണ്ടും ഗുണിച്ച് അവരുടെ പുതിയൊരു റേഷ്യോ കണ്ടുപിടിച്ചു. അതിനകത്ത് കിട്ടിയ ഈ ഡിഫറൻസ് ഇല്ലേ, ആ വാല്യൂവുമായിട്ട് തന്നിരിക്കുന്ന വർഷത്തിനെ ഹരിക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വില കിട്ടും. ഓക്കെ, അപ്പൊ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വർഷത്തിനെ ഈ തന്നിരിക്കുന്ന വാല്യൂവുമായിട്ട് ഹരിക്കുക, കിട്ടുന്ന വ്യത്യാസവുമായിട്ട് ഹരിക്കുക. ഇവിടെ വ്യത്യാസം 5 എന്ന് കിട്ടിയാൽ 5 ഹരിക്കുക, 2 എന്ന് കിട്ടിയാൽ 2 ഹരിക്കുക. മനസ്സിലായോ? അപ്പൊ 10/1 എത്രയാണ്? 10. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടി 10. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ റേഷ്യോ ആണ് മകന്റെ റേഷ്യോ, രണ്ടാമത്തത് അച്ഛന്റെ ആണ് അല്ലെ. അപ്പൊ മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചേക്കുന്നേ. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ഒന്നാമത്തെ റേഷ്യോ ആണ് സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തെ റേഷ്യോ 10 വർഷം കഴിഞ്ഞുള്ള വയസ്സാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ 1 ഗുണം എക്സ് ഇവിടെ എത്ര കിട്ടി? 10. കണ്ടോ? 1 ഗുണം 10, 10 വയസ്സ്. മകനിപ്പോ എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. നമുക്ക് ആൻസർ കിട്ടി. അച്ഛന്റെ പ്രായം ചോദിച്ചിരുന്നെങ്കിലോ? അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 3. അപ്പൊ 3 ഗുണം എക്സ് ചെയ്യുക 10, 30 വയസ്സാണ് അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഏജസിനെ ബേസ് ചെയ്ത് നമ്മൾ 1-2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണണേ. ഇത് റേഷ്യോ വെച്ച് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം, വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഫൈൻ. അപ്പൊ ആൻസർ എത്ര വന്നു? 10 വയസ്സ്. അടുത്ത ചോദ്യം, 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 2, 4, 5. ഏറ്റവും ചെറിയ സംഖ്യ എന്നൊരു വാക്ക് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ലസാഗു എടുത്താൽ മതി കേട്ടോ. LCM കണ്ടുപിടിക്കുക. അപ്പൊ 2 ഹരിച്ചോ 1, 2നെ 4 ഹരിച്ചാൽ 2, 5നെ നമുക്ക് ഹരിക്കാൻ പറ്റില്ല, അതിനെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇനി ചെയ്യേണ്ട കാര്യമില്ല, കാരണം 1നും 2നും 5നും കോമൺ ആയിട്ട് ഒരു വാല്യൂ പോലും ഇല്ല. കോമൺ ആയിട്ട് വാല്യൂസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നേരെ അവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് L പോലെ ഗുണിക്കുക. എല്ലാവരെയും കൂടെ എടുത്തങ്ങ് ഗുണിച്ചാൽ മതി. അപ്പൊ 2 ഗുണം 2 4, 4 ഗുണം 5 20. നമ്മുടെ LCM എത്ര വന്നു? 20 എന്ന് വന്നു. അതാണ് നമ്മുടെ ഉത്തരം. കണ്ടോ? അപ്പോൾ 3 സംഖ്യകളും വെച്ച് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ചെറുത് എന്നൊരു വാക്കുണ്ടെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മളവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. LCM, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നല്ലേ പറയാം നമ്മൾ LCMനെ. ഇപ്പൊ ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. അപ്പൊ ചെറിയ വാല്യൂ കാണാൻ പറഞ്ഞാൽ LCM കണ്ടാൽ മതി. LCM കണ്ടുപിടിക്കുക, കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഉത്തരം കേട്ടോ. ഇവിടെ നമുക്ക് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി 20 ആണ് വരിക. അടുത്ത ചോദ്യം നോക്കിക്കേ, 9:3 ആണെങ്കിൽ 64 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 3ന്റെ സ്ക്വയർ അല്ലേ 9? 3ന്റെ സ്ക്വയർ ആണ് 9. 3 ഗുണം 3 ആണ് 9. അങ്ങനെയാണെങ്കിൽ ആരുടെ സ്ക്വയർ ആണ് 64? 8ന്റെ സ്ക്വയർ അല്ലേ 64. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വന്നു? 8 എന്ന് വന്നു കേട്ടോ. ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഫൈൻ. അപ്പൊ ഏത് സംഖ്യയുടെ സ്ക്വയർ ചെയ്യുമ്പോഴാണോ ഇത് കിട്ടുന്നത്? അപ്പൊ ഇവിടെ നോക്കുക, 64 എന്ന് പറയുന്നത് 8ന്റെ വർഗ്ഗമാണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 8. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. 2, 5, 8. അടുത്ത സംഖ്യ ഏത്? 2. 2ന്റെ കൂടെ 3 കൂട്ടിയാൽ 5, 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8, 8ന്റെ കൂടെ 3 കൂട്ടിയാൽ 11. നമ്മുടെ ആൻസർ എത്ര വന്നു? 11 എന്ന് വന്നു കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഫൈൻ. അടുത്ത ചോദ്യം, 1/10 എന്നാൽ 0.1 ആണെങ്കിൽ 10/100ന്റെ ദശാംശ രൂപം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. താഴത്തെ ഒരു 0 മേളത്തെ ഒരു 0 അങ്ങ് വെട്ടിക്കളയുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/10 എന്ന് കിട്ടി. 1/10 എന്തിന് തുല്യമാണ്? 0.1ന് തുല്യമാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് തന്നെ വന്നു? 0.1 തന്നെ വന്നു കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക? ആൻസർ ഏതാണ് വരിക? 0.1 തന്നെയാണ് കിട്ടിയത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓപ്ഷൻ സി കൊടുത്തേക്കുന്നുണ്ടോ? സി നമുക്ക് തന്നേക്കുന്ന എന്താ? 0.10 എന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ പോയിന്റിന് ശേഷം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും തന്നെ വിലയില്ല. അപ്പൊ 0.1 എന്ന് എഴുതിയാലും 0.10 എന്ന് എഴുതിയാലും എന്താണ്? തുല്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി എഴുതിയാലും ഓപ്ഷൻ സി എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് 0.1 എന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ PSC എന്താണ് അക്സെപ്റ്റ് ചെയ്ത ആൻസർ 0.1 ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, മാർക്കുകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്.
52, 62, 32, 42, 22. ഇത് കാണുമ്പോഴേ മനസ്സിലേക്ക് വരുന്നില്ല, എന്തെങ്കിലും ഒരു ബന്ധമുള്ള സംഖ്യകളായിരിക്കും, കാരണം എല്ലാം 2-ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരേ രീതിയിൽ പോകുന്ന സംഖ്യകളാണെങ്കിൽ നടുക്ക് കിടക്കുന്ന സംഖ്യയാണ് എൻ്റെ ശരാശരി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, കയറി ഇറങ്ങിയൊക്കെ എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ ഒന്നെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക, അല്ലെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക, അതിനുശേഷം നടുക്ക് കിടക്കുന്ന ആളെ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ചെറുതേന്ന് തുടങ്ങാം. 22. അടുത്തത് +10 ചെയ്താൽ 32, +10 ചെയ്താൽ 42, +10 ചെയ്താൽ 52, +10 ചെയ്താൽ 62. അപ്പൊ നമുക്കൊരു പാറ്റേൺ കിട്ടി അല്ലേ. ഇനി ഏറ്റവും നടുക്ക് കിടക്കുന്ന ആളാരാ? 42. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? 42. ഫൈൻ. എല്ലാം കൂടെ കൂട്ടി നോക്കി ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, 1/2 + 3/4 - 1 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ലസാഗു വെച്ച് ചെയ്യാം അല്ലേ, അതായിരിക്കും എളുപ്പം. ഇപ്പൊ 2 ഉണ്ട്, 4 ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, അതിന്റെ അർത്ഥം അവിടെ 1 ആണ്. അപ്പൊ 2ന്റെയും 4ന്റെയും ലസാഗു എത്ര വന്നു? 4 തന്നെ വരും കേട്ടോ. 2ആയിട്ട് ഹരിച്ചോ 1, 2. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2 × 2 4. നമ്മുടെ ലസാഗു എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ 4 ആക്കാൻ എന്ത് ചെയ്യണം? 2മായിട്ട് ഗുണിക്കുക. അപ്പൊ മുകളിലും ഞാൻ 2മായിട്ട് ഗുണിക്കണം. ഇവിടെ 4 ആണ് കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെ ഒരു വ്യത്യാസവും വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ 4 ആക്കാൻ ഞാൻ 4ആയിട്ട് ഗുണിക്കുക, മുകളിലും ഞാൻ 4മായിട്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ വെച്ച് ഗുണിക്കുന്നോ മുകളിലും അതേ സംഖ്യ വെച്ച് ഗുണിക്കണം കേട്ടോ. ഇനി 2 × 1 2 ബൈ 2 2 4 എന്ന് കിട്ടി. പ്ലസ് ഇവിടെ ഒരു 3 ഉണ്ട്, മൈനസ് 4 × 1 4 ഡിവൈഡഡ് ബൈ താഴെ എല്ലായിടത്തും 4 ആണ്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് 4 എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെയല്ലേ നമ്മൾ കൂട്ടുന്നത്. ഇനി നോക്കിക്കേ, 3ഉം 2ഉം 5. 5ൽ നിന്നും 4 കുറച്ചാൽ 1. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 1/4 എന്നാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ നോക്കിക്കേ, ഓപ്ഷൻ സി 1/4 ആണ് നമ്മുടെ ആൻസർ. 15/p 3 ആണെങ്കിൽ പിയുടെ വില എത്ര? ഇത് സിമ്പിൾ ആയ ചോദ്യം. നോക്കിക്കേ, പീനെ അങ്ങോട്ട് വിടുക, 3നെ താഴോട്ട് വിടുക. 15/3 ആണ് പി. അപ്പൊ 15/3 വെട്ടാലോ, 3 × 1 3 × 5. അപ്പൊ പിയുടെ വില എത്ര കിട്ടി? 5 എന്നാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ നമുക്ക് ആൻസർ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്നും 8ാമതും പിന്നിൽ നിന്നും 5ാമതുമാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേക്കുന്നേ. അപ്പൊ മുന്നിൽ നിന്നും 8ാമതും പ്ലസ് പിന്നിൽ നിന്നും 5ാമതുമാണ്. ടോട്ടൽ നമ്പർ കാണാൻ മുന്നിലെ സ്ഥാനവും പിന്നിലെ സ്ഥാനവും കൂടെ കൂട്ടുക, -1 ചെയ്യുക. അപ്പൊ ആൻസർ എത്ര വന്നു? 8ഉം 5ഉം എത്രയാണ്? 8 4ഉം 12 ആണ് അല്ലേ. അപ്പൊ 8ഉം 5ഉം 13. 13ൽ നിന്ന് 1 കുറച്ചാൽ 12. കണ്ടോ? അപ്പൊ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 12 പേരുണ്ട് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത് എന്നാ ചോദിച്ചേക്കുന്നേ. അപ്പൊ 3ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകളെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ നമുക്കിവിടെ തന്നേക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിക്കേ. 101, 100, 102, 109. 1 1 2. 2 എന്ന് പറയുന്ന 3ന്റെ ഗുണിത പട്ടികയിൽ വരുമോ? ഇല്ല. അതുകൊണ്ട് ഇത് ഗുണിതമല്ല. ഇവിടെ 1 ഉള്ളൂ. 1 എന്ന് പറയുന്നതും 3ന്റെ ഗുണിതമല്ല. 2 1 3. കണ്ടോ? നമുക്ക് ഇവിടെ എന്ത് കിട്ടി? സംഖ്യകളെ എല്ലാം കൂടെ കൂട്ടിയപ്പം 3 എന്ന് കിട്ടി. സംഖ്യകളെ പരസ്പരം കൂട്ടുമ്പോൾ 3ഓ 3ന്റെ ഗുണിതങ്ങളോ വന്നാൽ നമുക്ക് അതിനെ 3ഉമായിട്ട് ഹരിക്കാം. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏത് വന്നു? 102. ഇതും വരില്ല. 9 1 10 എന്നല്ലേ കിട്ടുക. 10 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? 102. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, 5ന്റെ വർഗം 25 ആണെങ്കിൽ 0.5ന്റെ സ്ക്വയർ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 0.5ന്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? 0.5നെ നമുക്ക് 5/10 എന്ന് എഴുതിക്കൂടെ? 5/10 എന്ന് എഴുതി. സ്ക്വയർ കണ്ടു. 5ന്റെ വർഗം 25 ഡിവൈഡഡ് ബൈ 10ന്റെ വർഗം 100 എന്ന് കിട്ടി. താഴെ 2 0 വന്നാൽ മുകളിൽ 2 സ്ഥാനം വിട്ട് കുത്തിടണം. 5നെ വിട്ടു, 2നെ വിട്ടു, കുത്തിട്ട് കൊടുത്തു. കേട്ടോ? 0.25 ആണ് നമ്മുടെ ആൻസർ. അല്ലാതെ എങ്ങനെയാ ചെയ്യാ?
0.5 ഇൻറ്റു 0.5 അല്ലേ? അപ്പൊ നോക്കിക്കേ, 5 ഗുണം 5 എത്രയാ? 25. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ, അപ്പൊ അതിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വേണം. അപ്പൊ 2 നമ്പർ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക. ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പൊ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പറും സ്ക്വയർ ആവുമെന്ന് ഓർക്കുക. ഇവിടെ 1 ഉള്ളൂ, 1 ഗുണം 2 2. അപ്പൊ 2 നമ്പർ വിട്ടിട്ട് കുത്തിടണം. 0.25. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ 100 രൂപ തികയ്ക്കണമെങ്കിൽ 8 രൂപയുടെ കുറവുണ്ട്. അപ്പൊ 100 ന്ന് 8 കുറച്ചാ പോരെ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 92 രൂപ എന്ന് വന്നു കേട്ടോ. 92 രൂപയാണ് ഉള്ളത്. 8 രൂപയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 100 രൂപയാക്കായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, 1 ഗുണം 3 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 1 ആണ്. 2 ഗുണം 4 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 1 ആണ്. 3 ഗുണം 5 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഗുണം 12 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 1 3 1 കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് നമ്പർ ആണ് 3 അല്ലേ? അപ്പൊ 1 ഗുണം 3 എന്ന് പറഞ്ഞപ്പോൾ 3ന്റെ തൊട്ട് പുറകെ വരുന്ന സംഖ്യ സ്ക്വയർ ചെയ്തു 1 കുറച്ചു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. 2 ഗുണം 4, 4ന്റെ തൊട്ട് പുറകിൽ വരുന്ന സംഖ്യ ഏതാ? 3 ആണ് അല്ലേ? അപ്പൊ 3ന്റെ വർഗം എടുത്തു 1 കുറച്ചു. ഇനി 5, 5ന്റെ പുറകിൽ വരുന്ന സംഖ്യ 4 ആണ്. 4ന്റെ വർഗം എടുത്തു 1 കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 അല്ലേ? 12ന്റെ പുറകിൽ വരുന്ന സംഖ്യ 11. 11ന്റെ വർഗം എടുക്കുക, 1 കുറയ്ക്കുക, നമ്മുടെ ആൻസർ ആയി കേട്ടോ. നോക്കിക്കേ, 12 ഗുണം 10 എത്രയാ? 120. 11ന്റെ വർഗം 121. അതിൽ നിന്ന് 1 കുറച്ചാൽ എത്ര തന്നെ വന്നു? 120 തന്നെയാണ് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 11ന്റെ വർഗമാണ് നമ്മുടെ ആൻസർ വരുന്നത്. ലാസ്റ്റ് ചോദ്യം, 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ആണ് അല്ലേ? ഏരിയ കാണുന്നത് എങ്ങനെയാ? നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ മതി. നീളം ഗുണം വീതി, നമ്മുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പൊ നീളം ഇവിടെ എത്രയാ? 11 ഗുണം വീതി ഇവിടെ എത്രയാ? 8. 11 ഗുണം 8 88. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. വളരെ സിമ്പിളായ ഒരു ചോദ്യം അല്ലായിരുന്നോ? എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് 20 ചോദ്യവും ആൻസർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ആരൊക്കെ ഈ പരീക്ഷ എഴുതിയെന്നും എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.